നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കയും ഇന്ത്യയുമായി വലിയ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പ്രതിസന്ധിയിലായി എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി വളരെ വലിയ കരാർ ഉടനുണ്ടാകുമെന്ന സൂചന ട്രംപ് നൽകിയത്. എല്ലാ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണെന്നും ഇന്ത്യയുമായി വലിയ ഒരു കരാർ വരുന്നുണ്ടെന്നും ഇപ്പോൾ ചൈനയുമായി കരാർ ഉണ്ടാക്കിയെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ചൈനയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ട്രംപ് പങ്കുവച്ചില്ലെങ്കിലും ധാതുക്കളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറാണ് ചൈനയുമായി ഏർപ്പെട്ടതെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പ്രതിസന്ധിയിലായി എന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി വളരെ വലിയ ഒരു കരാർ ഉണ്ടാകുമെന്നുള്ള സൂചന ട്രംപ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുമായി വളരെ സുപ്രധാനമായ ഒരു കരാറിനാണ് ഒരുങ്ങുന്നതെന്ന സൂചന കൂടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. അതേസമയം ജൂലൈ 9 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര നിരക്ക് ഇടവേള അവസാനിക്കുന്നതിന് മുന്നോടിയായി ഇന്ത്യയുടെ വാണിജ്യ പ്രതിനിധികൾ വെള്ളിയാഴ്ച അവസാനഘട്ട ചർച്ചകൾക്കായി അമേരിക്കയിലെത്തി. കഴിഞ്ഞ നാളുകളിൽ അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കാര്യമായി കൂട്ടിയിട്ടുണ്ട്. 2025 മാർച്ചിലേക്കുള്ള കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ മൂല്യം 11.49% വർദ്ധിച്ച് $63 ബില്യൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളിലും സമഗ്രമായ വലിയ വ്യാപാര കരാറിനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. വരുന്ന ചർച്ചകൾ അതീവ നിർണായകവുമാണ്. കർത്താവുമായുള്ള സൗഹൃദമാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ആത്മീയ അടിത്തറയെന്ന് ലിയോ 14 പാപ്പ. പുരോഹിതരുടെ ജൂബിലിയുടെ ഭാഗമായി റോമിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കുന്ന വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ ആയിരുന്നു ഈ ആഹ്വാനം. ഒരു പുരോഹിതനാകുന്നത് കർത്താവിൻ്റെ സന്തോഷത്തിലേക്കുള്ള വിളിയാണെന്നും വൈദികരെ ഉത്ബോധിപ്പിച്ച് പാപ്പ. കർത്താവുമായുള്ള സൗഹൃദമാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ആത്മീയ അടിത്തറയും പുരോഹിത ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥവും സഭാസേവനത്തിൻ്റെ ഊർജവുമെന്ന് ലിയോ 14 പാപ്പ. ഈ സൗഹൃദം പരീക്ഷണഘട്ടത്തിൽ പുരോഹിതരെ നിലനിർത്തുകയും ദൈവവിളിക്ക് നൽകുന്ന ഓരോ ദിവസവും പുതുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതായി പാപ്പ പറഞ്ഞു. സെമിനാരിക്കാരുടെയും ബിഷപ്പുമാരുടെയും പുരോഹിതരുടെയും ജൂബിലിയുടെ ഭാഗമായി റോമിലെ കൺസിലിയാസിയോൺ ഓഡിറ്റോറിയത്തിൽ വൊക്കേഷൻ മിനിസ്ട്രിയിലും സെമിനാരി രൂപീകരണത്തിലും ഉത്തരവാദിത്വം വഹിക്കുന്ന വൈദികരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പാപ്പ. ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിച്ചിരിക്കുന്നു എന്നതായിരുന്നു വൈദികർക്കായുള്ള ഡിക്കാസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയുടെ പ്രമേയം. ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ ലസാരോ യുഹൂസിക്കും സന്നിഹിതനായിരുന്നു. നിശബ്ദതയിലും വിവേകത്തോടെയും നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് പാപ്പ നന്ദി പറഞ്ഞു. ക്രിസ്തുവിൻ്റെ സ്നേഹിതനാകുക എന്നതിനർത്ഥം കഴിവുകളിൽ മാത്രമല്ല ബന്ധങ്ങളിലും രൂപപ്പെടുക എന്നതാണെന്ന് പാപ്പ പറഞ്ഞു. ദൈവിക രൂപീകരണം ആശയങ്ങളുടെ സമ്പാദനത്തിലേക്ക് ചുരുക്കാൻ കഴിയില്ല. മറിച്ച് ഹൃദയം, ബുദ്ധി, സ്വാതന്ത്ര്യം എന്നിവ അടങ്ങുന്ന സമഗ്രമായ വ്യക്തിത്വത്തെ നല്ല ഇടയൻ്റെ പ്രതിച്ഛായയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന കർത്താവുമായുള്ള പരിചയത്തിൻ്റെ ഒരു യാത്രയാണ്. ക്രിസ്തുവുമായുള്ള സൗഹൃദത്തിൽ ജീവിക്കുകയും അവൻ്റെ ആത്മാവിനാൽ നിറയുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ആധികാരികതയോടെ സുവിശേഷം പ്രഘോഷിക്കുവാനും അനുകമ്പയോടെ സമാശ്വസിപ്പിക്കാനും ജ്ഞാനത്താൽ നയിക്കാനും കഴിയൂ. ഇത് ശ്രദ്ധാപൂർവമായ ശ്രവണവും ധ്യാനവും സമ്പന്നവും ക്രമീകൃതവുമായ ഒരു ആന്തരിക ജീവിതവും ആവശ്യമാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. സഭയിൽ സർഗാത്മകത, കൂട്ടുത്തരവാദിത്തം, കൂട്ടായ്മ എന്നിവ വളർത്തിയെടുക്കാൻ പരിശുദ്ധ പിതാവ് വൈദികരെ പ്രോത്സാഹിപ്പിച്ചു. വൈദികരുടെ രൂപീകരണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലപ്രാപ്തി എല്ലാറ്റിനുമുപരി ജീവിതത്തിൻ്റെ മാതൃകയെന്നും അവർക്കിടയിലുള്ള കൂട്ടായ്മയെയും ആശ്രയിച്ചിരിക്കുന്നു. പുരോഹിതരുടെ ദൈനംദിന സമർപ്പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത്. തങ്ങളുടെ ജീവൻ പോലും നൽകിയ രക്തം ചൊരിഞ്ഞ പുരോഹിതന്മാരെ ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് നാം യാതൊരു തടസ്സവുമില്ലാതെ കരുണയുടെയും സന്തോഷത്തിൻ്റെയും അപ്പസ്തോലന്മാരായി ജീവിക്കുവാനുള്ള നമ്മുടെ സന്നദ്ധതയെ പുതുക്കുന്നു. നിങ്ങൾ എന്താണോ അതിന് നന്ദി. കാരണം ഒരു പുരോഹിതനാകുന്നത് മനോഹരമാണെന്നും ഇത് കർത്താവിൻ്റെ സന്തോഷത്തിലേക്കുള്ള വിളിയാണെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പൂർണ്ണരല്ല, പക്ഷേ നമ്മൾ ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളാണ്. പരസ്പരം സഹോദരി സഹോദരന്മാരും അവൻ്റെ ആർദ്രമായ അമ്മ മറിയത്തിൻ്റെ മക്കളുമാണ്. നമുക്കതു മതി, പരിശുദ്ധ പിതാവ് ഉപസംഹരിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത സൈനിക നീക്കങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് അമേരിക്ക. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൗത്യത്തിന് പിന്നിലെ രഹസ്യാസൂത്രണവും B-2 വിമാനത്തിൻ്റെ ബോംബിങ്ങും അടക്കമുള്ള കാര്യങ്ങളാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പങ്കുവച്ചത്.
കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള സ്ഫോടനം. പകൽ വെളിച്ചം പോലെ തോന്നി. 30,000 പൗണ്ട് ഭാരമുള്ള കൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബ് ഇറാന്റെ മണ്ണിൽ പൊട്ടിത്തെറിക്കുന്നത് നേരിൽ കണ്ട യുദ്ധവിമാനത്തിന്റെ പൈലറ്റിന്റെ സാക്ഷ്യമാണ് ഇൻ ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വിവരിച്ചത്. തിരിച്ചെത്തുമോ എന്നറിയാതെയായിരുന്നു US സൈനികർ പറന്നുയർന്നത്. നീണ്ട യാത്രയ്ക്കും അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക നടപടിക്ക് ശേഷം അവർ US-ലെ എയർബസുകളിൽ തിരിച്ചിറങ്ങിയപ്പോൾ വൈകാരിക നിമിഷങ്ങളാണ് ഉണ്ടായതെന്നും കെയ്ൻ വെളിപ്പെടുത്തുന്നു. ഇറാനിലെ ഫെർദോ, നദാൻസ്, ഇസ്ഫാഹൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടത്തിയത്. B-2 സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ജൂൺ 22-ലെ ആക്രമണം. മിക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ച ഫെർദോ ആണവ നിലയത്തിന് 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ഓരോ പാതയ്ക്കും 3 ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രധാന ഷാഫ്റ്റിന് ഇരുവശത്തും 2 ചെറിയ ഷാഫ്റ്റുകൾ. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ഈ ഷാഫ്റ്റുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസിയിലെ പേര് വെളിപ്പെടുത്താത്ത 2 ഉദ്യോഗസ്ഥർ 15 വർഷത്തിലേറെയായി ഫെർദോ ആണവ കേന്ദ്രത്തെക്കുറിച്ച് പഠിച്ചു. 2009-ൽ ഉദ്യോഗസ്ഥരെ ഇറാനിയൻ പർവ്വതനിരകളിലെ പ്രധാന നിർമ്മാണങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ചു. കൂടുതൽ വിവരങ്ങൾ വിശകലനത്തിനായി കൈമാറുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ വർഷങ്ങളോളം ഈ സ്ഥലവും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചതായാണ് റിപ്പോർട്ട്. ആണവ കേന്ദ്രം നശിപ്പിക്കുവാൻ ശേഷിയുള്ള ആയുധം അന്ന് അമേരിക്കയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷിക്കുന്നതും. ജൂണിൽ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ദൗത്യം നിർവഹിക്കാനുള്ള ഉത്തരവും ലഭിച്ചതായി US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കി. അങ്ങനെയാണ് അമേരിക്കൻ വ്യോമസേന ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടപ്പാക്കിയതെന്നും ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞു. ഓപ്പറേഷൻ റൈസിംഗ് ലയണിൽ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ കണക്കുകൂട്ടിയിരുന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ എത്തിച്ചേർന്നു. ഇറാനെ ആണവ നിരായുധീകരിക്കണം എന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പദ്ധതികൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ചർച്ചയിലാണ് ലോകം. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഉരുത്തിരിയുന്ന ഒരു വലിയ ചോദ്യമാണ് ഇറാന്റെ ആണവ പദ്ധതികൾ എത്രത്തോളം നശിപ്പിക്കുവാൻ ഇസ്രായേലിനും US-നും സാധിച്ചിട്ടുണ്ട് എന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന യുദ്ധാനന്തര റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരമാണ്. ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിക്കുമ്പോൾ കുറച്ച് മാസത്തിനുള്ളിൽ ഇറാൻ ആണവ ആയുധ നിർമ്മാണം എന്ന ലക്ഷ്യത്തിനടുത്ത് എത്തിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇറാന്റെ പരമപ്രധാന ലക്ഷ്യം ഇസ്രായേലുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും പരിഗണിക്കാതെ തികച്ചും സാങ്കേതിക സൈനിക വിലയിരുത്തലുകൾ മാത്രം അടിസ്ഥാനമാക്കിയും അമേരിക്കൻ പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും യൂറോപ്യൻ രഹസ്യ വിവര സംഘടനകളുടെയും നിഗമനമനുസരിച്ച് ഇറാന്റെ ആണവ പദ്ധതികൾ കുറഞ്ഞത് 2 വർഷത്തേക്ക് പിന്നിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വലിയൊരു വിജയം മാത്രമല്ലെന്നും ആണവ ശാസ്ത്രത്തിന്റെ ഗൗരവവും ഗഹനതയും ആവശ്യപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രവർത്തനമായാണ് ഇസ്രായേൽ കാണുന്നതെന്നുമാണ് IDF-ന്റെ അഭിപ്രായം. ഇറാന്റെ തകർന്ന ആണവ പദ്ധതിയുടെ പട്ടികയും ഇസ്രായേൽ പുറത്തുവിട്ടു. ഇറാനിലെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടു. ഇത്ര വലിയ ആണവക്ഷമതയുള്ള സംവിധാനം നശിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിലാദ്യമായാണ്. വലിയൊരളവിൽ സെൻട്രിഫ്യൂജ് കൺസ്ട്രക്ഷൻ പ്ലാന്റുകളും നശിപ്പിച്ചു. അതായത് ഇറാന് പുതിയ സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ സൗകര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നർത്ഥം. നത്താൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവിടങ്ങളിലെ പല ഉപസൗകര്യങ്ങളും അതുപോലെ തന്നെ കറാജ് പോലെയുള്ള ശ്രദ്ധേയമല്ലാത്ത ആണവ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. തന്നെയുമല്ല, മൊസാദ് ഇറാന്റെ എല്ലാ പ്രധാന ആണവ ശാസ്ത്രജ്ഞരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആഭ്യന്തര ഇടപെടലുകൾക്കുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സ്വന്തം കിടപ്പുമുറിയിലേക്കും സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലങ്ങളിലേക്കും ഇറാൻ കടത്തിയിരിക്കുന്ന ആണവ സാമഗ്രികളുടെ സ്ഥാനങ്ങൾ ഉൾപ്പെടെ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ ഒരു ചെറിയ അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒളിപ്പിച്ചേക്കാമെന്ന സാധ്യത IDF തള്ളുന്നില്ല. പക്ഷേ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടത്ര അളവിൽ ഇറാന്റെ കയ്യിൽ നിക്ഷേപം ഉണ്ടാകില്ല. പവർ ഡൂൾ, ന്യൂട്രോൺ റിയാക്ഷൻ, യുറേനിയം മെറ്റൽ നിർമ്മാണം, സിർക്കോണിയം ഉൽപ്പാദനം തുടങ്ങി ആണവ ആയുധ നിർമ്മാണത്തിലേക്കുള്ള എല്ലാ ഘട്ടങ്ങളും തകർത്തതായാണ് IDF വിലയിരുത്തുന്നത്. ആണവ പദ്ധതികളിലേക്കുള്ള ഇറാന്റെ പുനർനിർമ്മാണം അത്ര എളുപ്പമാകില്ല. ഇറാന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. തീർത്തും തകർന്ന ഉപകരണങ്ങൾ തിരിച്ചുപിടിക്കണം, പുതിയ ഫാക്ടറികൾ നിർമ്മിക്കണം, സയന്റിസ്റ്റുകളെ പുതുതായി പരിശീലിപ്പിക്കണം, ആണവ സമഗ്ര പദ്ധതികൾ വീണ്ടും പുതിയതുപോലെ ആരംഭിക്കണം. ഇതെല്ലാം ചെയ്യാൻ ഇറാനിന്ന് കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുത്തേക്കും. അതിൽ കൂടുതൽ വർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഈ അടുത്തിടെ നിർമ്മിച്ചെടുത്ത ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള അവശേഷിച്ച എല്ലാ സൗകര്യങ്ങളും ഇസ്രായേലും US-ഉം തകർത്തിട്ടുണ്ട്. ഈ സന്ദേശം പുറത്തുവരുന്നത് ഒരു രാഷ്ട്രീയ അഭിമാനമായല്ല, ഭാവിയിലേക്കുള്ള ആണവ സുരക്ഷയ്ക്കായുള്ള ഒരു സാങ്കേതിക നേട്ടമായാണ് IDF-ഉം ഇസ്രായേലും US-ഉം ഇത് കണക്കാക്കുന്നതെന്നാണ് IDF വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലെ അരിസോണയിൽ സുവിശേഷ പ്രഘോഷകനെ മുൾമുടി ധരിപ്പിച്ച് ക്രൂശിച്ച നിലയിൽ കണ്ടെത്തി. പാസ്റ്റർ വില്യം ഷോൺമാന്റെ മൃതദേഹമാണ് അരുംകൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വൈദികർ ഉൾപ്പെടെ 14 പേരെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്ത കൊലയാളി ആഡം ക്രിസ്റ്റഫർ ഷേഫിന്റെ അറസ്റ്റിനെ തുടർന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ.
അമേരിക്കയിലെ ആരിസോണയിൽ സുവിശേഷ പ്രഘോഷകനെ കുരിശിൽ തറച്ച് കൊല്ലുന്നതിന്റെ അനുകരണമെന്നോണം ഭിത്തിയോട് ചേർത്ത് തറച്ചു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മൃതശരീരത്തിന്റെ ശിരസിൽ മുൾമുടിയും വെച്ചിരുന്നു. ആരിസോണയിലെ 76-കാരനായ വില്യം ഷോൺമാനാണ് അതിദാരുണമായും ക്രൂരമായും കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 28-നായിരുന്നു പാസ്റ്റർ ബിൽ എന്ന് വിളിച്ചിരുന്ന വില്യം ഷോൺമാന്റെ വസതിയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ഭിത്തിയിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് മുൾമുടി വെച്ച നിലയിൽ അരുംകൊലയുടെ വാർത്ത പുറം ലോകം അറിഞ്ഞത്. 51-കാരനായ കൊലയാളി ആദം ക്രിസ്റ്റഫർ ഷേഫ് കുറ്റം സമ്മതിച്ചതോടെയാണ് ഇപ്പോൾ മനസാക്ഷി നടക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. വൈദികരും സുവിശേഷ പ്രഘോഷകരും ഉൾപ്പെടെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 14 പേരെ ഇതേ രീതിയിൽ ക്രൂശിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കൊലപാതക പരമ്പരയ്ക്ക് തന്നെ ഇയാൾ പദ്ധതി ഇട്ടിരുന്നു. സെഡോണിലെ ഹോളി ക്രോസ് ചാപ്പലിലെ 2 വൈദികരെ ക്രൂശിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുവാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ക്രൈസ്തവ നേതാക്കൾ ക്രിസ്തുവിനു വേണ്ടി ചെയ്യുന്ന സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങളാണ് കൊലപാതക പരമ്പരയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യുഎസിലെ മിഷിഗണിൽ ക്രോസ് പോയിന്റ് കമ്മ്യൂണിറ്റി ദേവാലയത്തിന് പുറത്ത് വെടിയുതിർത്ത് അക്രമി. സുരക്ഷാ ജീവനക്കാർ അക്രമിയെ വധിച്ചതിനെ തുടർന്ന് കൂട്ടക്കുരുതി ഒഴിവായി. യുഎസിലെ മിഷിഗണിലെ വെയിൻ നഗരത്തിലുള്ള ക്രോസ് പോയിന്റ് കമ്മ്യൂണിറ്റി ദേവാലയത്തിന് പുറത്ത് വെടിവെപ്പ് നടത്തിയ അക്രമിയെ വധിച്ചതിനാൽ കൂട്ടക്കുരുതി ഒഴിവായതായി വ്യക്തമാക്കി മിഷിഗൺ പോലീസ്. ഞായറാഴ്ച വിശ്വാസികൾ നിറഞ്ഞ മിഷിഗൺ പള്ളിക്ക് പുറത്ത് വെടിയുതിർത്ത അക്രമിയെ ആദ്യം പള്ളിയിലെത്തിയ ഒരു വാഹനം ഇടിച്ചു വീഴ്ത്തുകയും തുടർന്ന് സുരക്ഷാ ജീവനക്കാർ വെടിവെച്ച് അക്രമിയെ വധിക്കുകയുമായിരുന്നു. ഇതൊരു മാസ് ഷൂട്ടിംഗ് ഒഴിവാക്കിയെന്ന് പോലീസ് പറഞ്ഞു. വെയിനിലെ ക്രോസ് പോയിന്റ് കമ്മ്യൂണിറ്റി പള്ളിയിൽ പ്രഭാതത്തിലെത്തിയ തോക്കുധാരി റൈഫിളും ഹാൻഡ്ഗണ്ണുമായി കാറിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിക്ക് സമീപമെത്തി വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ ഒരാളുടെ കാലിന് പരിക്കേറ്റു. പ്രതി 31 വയസ്സുള്ള വെളുത്ത വർഗ്ഗക്കാരനായ പുരുഷനാണെന്നും പള്ളിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ ഉദ്ദേശം വ്യക്തമല്ലെന്നും എന്നാൽ ഇയാളുടെ മാനസികാരോഗ്യ നിലയെക്കുറിച്ച് സംശയമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഒടുവിൽ നീതി നടപ്പാക്കി. മതനിന്ദ ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മാനസിക രോഗിയായ പാകിസ്ഥാൻ ക്രൈസ്തവ വയോധികൻ അൻവർ ഖന്നത്തിന് 24 വർഷത്തിനു ശേഷം കുറ്റവിമുക്തനാക്കി. പാകിസ്ഥാനിലെ വിവാദമായ വധശിക്ഷാ നടപടിയിൽ ഒടുവിൽ നീതി ലഭിച്ച് 72-കാരനായ വയോധികൻ മതനിന്ദാ കുറ്റമാരോപിച്ച് 24 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാൻ ക്രൈസ്തവ വയോധികൻ അൻവർ ഖന്നത്തിന് കുറ്റവിമുക്തി. മാനസിക വെല്ലുവിളികൾ നേരിട്ടിരുന്ന മുൻ സർക്കാർ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായ അൻവർ ഖന്നത്ത് 2001 ഇസ്ലാമിക മതവിശ്വാസത്തെക്കുറിച്ച് നിന്ദാപരമായ കത്തുകൾ എഴുതിയെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ജൂൺ 15-ന് യേശുവിന്റെ സുവിശേഷം എന്ന പേരിൽ ഒരു ലഘുലേഖ വിതരണം ചെയ്യുന്നതിനിടെയാണ് ഗവാൽമണ്ഡി പോലീസ് ഓഫീസർ സഫറുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 2020 പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 295C പ്രകാരം കെന്നത്തിന് വധശിക്ഷയും 5 ദശലക്ഷം രൂപ പിഴയും വിധിച്ചു. 2014 അദ്ദേഹത്തിന്റെ മാനസിക അസ്ഥിരതയുടെ വ്യക്തമായ സൂചനകളും നിർബന്ധിത കുറ്റസമ്മതത്തിന്റെ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ലാഹോർ ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു. കെന്നത്ത് തന്നെ ഒരു പ്രവാചകനായി പരാമർശിക്കുകയും ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു എന്നതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്ന പ്രസ്താവനകൾ. അദ്ദേഹത്തിന്റെ അറസ്റ്റും ശിക്ഷയും വിവിധ കോണുകളിൽ നിന്ന് വ്യാപകമായ വിമർശനത്തിനിടയാക്കി. പാകിസ്ഥാനിലെ റോമൻ കത്തോലിക്ക ബിഷപ്പ് സാമുവൽ അസരിയെയും ഏഷ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ, ജൂബിലി ക്യാമ്പയിൻ USA, ഐക്യരാഷ്ട്രസഭ എന്നിവയും അദ്ദേഹത്തിന്റെ മോചനത്തിനായി ആവശ്യപ്പെട്ടു. മാർച്ചിൽ യൂറോപ്യൻ പാർലമെന്റ് അംഗമായ ചാർലി വെയ്മേഴ്സ് UN മനുഷ്യാവകാശ കൗൺസിൽ പരിപാടിയിൽ കെന്നത്തിന്റെ കേസ് ഉന്നയിച്ചു. 2025 ആദ്യം ജൂബിലി ക്യാമ്പയിൻ നെതർലൻഡിന്റെയും USA-യുടെയും പിന്തുണയോടെ സുപ്രീം കോടതി അഭിഭാഷകൻ റാണ അബ്ദുൾ ഹമീദ് ഒരു അപ്പീൽ ഫയൽ ചെയ്തു. 2025 ബുധനാഴ്ച പാകിസ്ഥാൻ സുപ്രീം കോടതി ക്രൈസ്തവ വയോധികനെ കുറ്റവിമുക്തനാക്കി. അദ്ദേഹത്തിന്റെ ദീർഘവും വേദനാജനകവുമായ തടവുകാലത്തിന് ഒടുവിൽ അറുതിയായിരിക്കുകയാണ്. ന്യൂനപക്ഷാവകാശ പ്രവർത്തകനും ജൂബിലി ക്യാമ്പയിൻ നെതർലൻഡിന്റെ അഭിഭാഷക ഡയറക്ടറുമായ ജോസഫ് ജാൻസൺ വിധിയെ സ്വാഗതം ചെയ്തു. ജീവിതകാലം മുഴുവൻ ജയിലേക്കുള്ളിൽ സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു സാധു ക്രൈസ്തവനായ അൻവർ ഖന്നത്തിന് ഒടുവിൽ നീതി ലഭിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ അന്യായമായി തടവിലാക്കപ്പെട്ട എല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു ദീപസ്തംഭം എന്നാണ് അദ്ദേഹം വിധിയെ വിശേഷിപ്പിച്ചത്. ഞങ്ങളുടെ വിശ്വാസം തകർന്നിട്ടില്ല. തീവ്രവാദികളുടെ വിളനിലമായ നൈജീരിയയിൽ നിന്നും ജ്വലിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം. നൈജീരിയയിൽ ഒരിടവകയിലെ 9 പേരെ തട്ടിക്കൊണ്ടുപോയി 2 പേർ കൊല്ലപ്പെട്ടു. ക്രൈസ്തവ വിരുദ്ധതയുടെ നേർചിത്രം വിവരിച്ച് ഒരു കത്തോലിക്ക പുരോഹിതൻ. നൈജീരിയയിൽ ജൂൺ 12-ന് നടന്ന ആക്രമണത്തിൽ കാറ്റ്സീന രൂപതയിലെ ഒരു ഇടവകയിൽ നിന്ന് 9 ഇടവകക്കാരെ തട്ടിക്കൊണ്ടുപോകുകയും 2 പേർ ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ച് ഒരു കത്തോലിക്ക പുരോഹിതൻ. ഉപരോധത്തിനിരയായ ഒരു ജനതയായി തുടരുന്ന നൈജീരിയൻ ക്രൈസ്തവരെ ഓർത്ത് ആ പുരോഹിതൻ വിലപിച്ചു. ജൂൺ 20 വെള്ളിയാഴ്ച ACI ആഫ്രിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കാറ്റ്സീന രൂപതയിലെ സെന്റ് ജോസഫ് ഗിദാൻ നിമോണെ ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ ഷിദി പ്രാർത്ഥനകൾക്കും പിന്തുണയ്ക്കും അഭ്യർത്ഥിച്ചു.
2020 മുതൽ തങ്ങളുടെ ഇടവക തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളാൽ വലയുകയാണെന്നും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്നും തങ്ങൾ ഉപരോധത്തിലാണെന്നും ഫാദർ സ്റ്റീഫൻ ഷീതി പറഞ്ഞു. ഓരോ ആക്രമണങ്ങൾക്കൊടുവിലും വീണ്ടും ധൈര്യം സംഭരിച്ച് തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുന്ന, കൃഷിയിടങ്ങളിൽ സമൃദ്ധമായ വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടവക ജനത്തെ നിരന്തരം പീഡിപ്പിക്കുന്ന അക്രമികളുടെ ചിത്രം വൈദികൻ വിവരിച്ചു. പ്രദേശത്തെ സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഫാദർ ഷീതിയുടെ മറുപടി തന്റെ അറിവിൽ സംഭവത്തിന് ശേഷം അക്രമികൾ പ്രദേശം വിട്ടപ്പോഴും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തെത്തിയിരുന്നില്ല എന്നതാണ്. കൊടിയ പീഡനങ്ങൾക്ക് ഇരകളാകുന്ന ഈ സമൂഹത്തിന് നേരെ അധികാരികൾ പ്രകടിപ്പിക്കുന്ന നിസ്സംഗതയും ഇതിൽ നിന്ന് വ്യക്തമാണ്. ആക്രമണങ്ങൾക്ക് ഇരകളായി കഴിയുന്ന ഈ സമൂഹത്തിന് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം ആ ഇടയൻ ചൂണ്ടിക്കാട്ടി. അവർക്ക് ഭക്ഷണം, മരുന്നുകൾക്കും ആശുപത്രി ബില്ലുകൾക്കും സാമ്പത്തിക സഹായം, സമൂഹത്തിലും അവരുടെ കൃഷിയിടങ്ങളിലും സുരക്ഷാ സാന്നിധ്യം എന്നിവ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നൈജീരിയൻ ക്രൈസ്തവ ജനതയുടെ കരളലിയിക്കുന്ന വസ്തുതകളാണ്. എന്നിരുന്നാലും പ്രതിസന്ധികളുടെ നടുവിലും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന തന്റെ അജഗണത്തിന്റെ ആത്മധൈര്യവും ദൃഢതയും ആ ഇടയൻ എടുത്തു പറഞ്ഞു. ഞങ്ങളുടെ വിശ്വാസം തകർന്നിട്ടില്ല എന്ന ഫാദർ സ്റ്റീഫൻ ഷിതിയുടെ വാക്കുകൾ ലോകജനതയ്ക്ക് മുമ്പിൽ വലിയ വിശ്വാസ പ്രഘോഷണമായി മാറുന്നു. സാമ്പത്തികമായും ഭൗതികമായും ആത്മീയമായും ഈ ജനതയെ പിന്തുണയ്ക്കാനും സാധ്യമെങ്കിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കാനും ആ കത്തോലിക്ക പുരോഹിതൻ സഹായം അഭ്യർത്ഥിച്ചു. നൈജീരിയയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ബോക്കോ ഹറാം കലാപം ആരംഭിച്ച 2009 മുതൽ നൈജീരിയയിൽ അരക്ഷിതാവസ്ഥ തുടരുകയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഗ്രൂപ്പുകളിലൊന്നായ ബോക്കോ ഹറാം വിവേചനരഹിതമായ ഭീകരാക്രമണങ്ങൾ രാജ്യത്തുടനീളം അഴിച്ചുവിടുന്നു. പ്രധാനമായും ഇസ്ലാമിക ഫുലാനി തീവ്രവാദികളുടെ പങ്കാളിത്തം രാജ്യത്തെ അരക്ഷിതാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ജൂൺ 13 നൈജീരിയയിലെ ബെനു സംസ്ഥാനത്തുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കുറഞ്ഞത് 200 പേരെങ്കിലും കൊല്ലപ്പെട്ടു. അന്താരാഷ്ട്ര സഹായ സംഘടനകൾ ഇതിനെ നൈജീരിയൻ മേഖലയിലെ ഏറ്റവും മോശമായ കൊലപാതക പരമ്പര എന്നാണ് വിശേഷിപ്പിച്ചത്. കൂട്ടക്കൊലയുടെ ഇരകളോട് ലയോ 14 പാപ്പ തന്റെ ആത്മീയ അടുപ്പം പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെ വ്യാപകമായി അപലപിക്കപ്പെട്ട ആക്രമണത്തിൽ കുപിതരായ അക്രമകാരികൾ ക്രൈസ്തവരെ ലക്ഷ്യമാക്കി ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടതായും കെട്ടിടങ്ങൾക്ക് തീയിടുകയും പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹം സിറിയയിൽ നിന്ന് ദൃഷ്ടി തിരിക്കരുതെന്ന് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ ഡമാസ്കസിലെ മാർ ഏലിയാസ് പള്ളിയിൽ നടന്നത് നീചമായ ഭീകരാക്രമണമെന്നും ബുധനാഴ്ചത്തെ പൊതുസദസ്സിൽ പാപ്പ അനുസ്മരിച്ചു. മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർക്ക് തന്റെ സാമീപ്യവും ആഗോള സഭയുടെ പിന്തുണയും അറിയിച്ച് ലയോ 14 പാപ്പ ജൂൺ 22 സിറിയയിലെ ഡമാസ്കസിലെ മാർ ഏലിയാസ് പള്ളിയിൽ നടന്ന നീചമായ ഭീകരാക്രമണം ബുധനാഴ്ചത്തെ പൊതുസദസ്സിൽ പാപ്പ അനുസ്മരിച്ചു. ഇരകളെ ദൈവത്തിന്റെ കരുണയിൽ ഭരമേൽപ്പിച്ച പാപ്പ പരിക്കേറ്റവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനകൾ തുടരുമെന്നും വ്യക്തമാക്കി. വർഷങ്ങളായി നിലനിൽക്കുന്ന അസ്ഥിരതയ്ക്കും അക്രമത്തിനും ശേഷം സിറിയ ഇപ്പോഴും അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ എടുത്തുകാണിക്കുന്നതാണ് സമീപകാല ആക്രമണമെന്ന് പാപ്പ പറഞ്ഞു. സിറിയയിൽ നിന്ന് ദൃഷ്ടി തിരിക്കരുതെന്നും പാപ്പ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. പകരം ഐക്യദാർഢ്യ പ്രവർത്തനങ്ങളിലൂടെയും സമാധാനത്തിനും അനുരഞ്ജനത്തിനുമുള്ള പ്രതിബദ്ധതയിലൂടെയും പിന്തുണ നൽകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇറാൻ, ഇസ്രായേൽ, പാലസ്തീൻ എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ താൻ സൂക്ഷ്മമായും പ്രതീക്ഷയോടെയും നിരീക്ഷിക്കുന്നുണ്ടെന്നും പങ്കുവച്ച പാപ്പ സമാധാനത്തിന്റെ ആവശ്യകത ആവർത്തിക്കുകയും ചെയ്തു. സമീപകാലത്തെ രക്തരൂക്ഷിതമായ സംഭവങ്ങൾ മൂലമുണ്ടായ മുറിവുകൾ ഉണങ്ങട്ടെയെന്നും പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശ്വാസത്തിനും മാതൃരാജ്യത്തിനും വേണ്ടി ജീവൻ വെടിഞ്ഞ ഡമാസ്കസ് രക്തസാക്ഷികൾക്ക് വിടചൊല്ലി സിറിയൻ ക്രൈസ്തവർ. അനുശോചന വാക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും സംഭവിച്ച നിഷ്ഠൂരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണെന്നും മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഗ്രീക്ക് ഓർത്തഡോക്സ് തലവൻ ആബുൻ മോർ യൂഹന്നാൻ 10 പാത്രിയർക്കീസ് ബാവ വ്യക്തമാക്കി. ഡമാസ്കസ് ചാവേർ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവർ വിശ്വാസത്തിനും മാതൃരാജ്യത്തിനും വേണ്ടി രക്തസാക്ഷികളായവരെന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് തലവൻ ആബുൻ മോർ യൂഹാനോൻ 10 പാത്രിയർക്കീസ് ബാവ അനുശോചന വാക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും സംഭവിച്ച നിഷ്ഠൂര ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ചാവേർ സ്ഫോടനം നടന്ന സെന്റ് ഏലിയാസ് പള്ളിക്ക് സമീപത്തുള്ള ഹോളി ക്രോസ് പള്ളിയിൽ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ 9 പേരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അന്ത്യോക്യൻ വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിലെ ശുശ്രൂഷകൾക്കിടെ രക്തസാക്ഷിത്വം വരിച്ച പ്രിയപ്പെട്ടവരെ അനുസ്മരിച്ച യൂഹാനോൻ 10 പാത്രിയാർക്കീസ് ബാവ അവരെ കർത്താവിന്റെ ആശ്ലേഷത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. സംഭവിച്ചത് ക്രൈസ്തവരുടെ അസ്തിത്വത്തിനെതിരെയുള്ള ആക്രമണമാണെന്ന് വിലയിരുത്തിയ അദ്ദേഹം ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വിശ്വാസത്തിലും സഭയിലും മാതൃരാജ്യത്തിലും ഉറപ്പിച്ചു നിർത്താനും പ്രാർത്ഥിക്കുന്നതായും വ്യക്തമാക്കി. നാം ജീവിച്ചാലും കർത്താവിനു വേണ്ടി ജീവിക്കുന്നു, മരിച്ചാലും കർത്താവിനു വേണ്ടി മരിക്കുന്നു.
നമ്മുടെ വിശ്വാസത്തിന്റെ പാറ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. നമ്മുടെ മുൻപിലുള്ള ഈ രക്തസാക്ഷികൾ പുനരുത്ഥാനത്തിന്റെ മക്കളാണ്. സംഭവിച്ചത് കൂട്ടക്കൊലയാണെന്ന് ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു. ചാവേർ ആക്രമണത്തെ തുടർന്ന് സർക്കാർ രാജ്യത്തിനായി ഒരു ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അറിയിക്കുകയുണ്ടായെന്ന് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ആരും ഞങ്ങൾക്ക് വേണ്ടി വിലപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഭരണകൂടത്തിന് വേണ്ടി തന്നെ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നത് വളരെ നല്ലതായി തോന്നുന്നു. ഈ ധീരരായ ക്രിസ്തീയ ജനതയുടെ മുൻപാകെ ഞാൻ ധൈര്യത്തോടെ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ടു പോകുന്നു. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന കർത്താവിന്റെ വചനം ഉദ്ധരിച്ച പാത്രിയാർക്കീസ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അസദ് ഭരണത്തിന്റെ പതനത്തിന് ശേഷം ഡിസംബറിൽ ഷാരയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം നടന്ന ആദ്യത്തെ ആക്രമണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഡമാസ്കസിലെ സെയിന്റ് ഏലിയാസ് പള്ളിയിൽ സംഭവിച്ച ചാവേർ ആക്രമണം. IS തുറന്നുവിട്ട ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഷെഹീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.